നമസ്കാരം എല്ലാവർക്കും. ഈ വരുന്ന ജൂലൈ 26 കലാനിലയം ഗോപിനാഥന്റെ ഓർമ്മ ദിനമാണ്. 3ാമത്തെ കൊല്ലം. ഗോപിനാഥൻ കലാനിലയത്തിലെ മിടുക്കനായി പഠിച്ചിറങ്ങി അവിടെ തന്നെ അധ്യാപകരുമായി അതിന്റെ തലപ്പത്ത് വർക്ക് ചെയ്ത് നല്ല ഒരു കളരിയും അരങ്ങും ഒരുപോലെ കൊണ്ടു നടത്തുന്ന ഒരാചാര്യനായി കഴിഞ്ഞിരുന്നു. പക്ഷെ വിധി തുടർന്നു പോവാൻ അനുവദിച്ചു. നായുവാര്യ കലാനിലയത്തിലെ 2-3 അധ്യാപകന്മാരെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരും. ഇത്തരത്തിലുള്ള ഗോപിനാഥന്റെ പോക്ക്. ഗോപിനാഥനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പോകുന്ന കാലം അവിടുത്തെ ഉള്ള കലാകാരന്മാരോട് വളരെ അടുപ്പത്തോട് കൂടിയിട്ടും ഒരു തലമുറ ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ വിദ്യാർത്ഥികൾ പുത്രനാശാന്റെ ശിഷ്യന്മാരായിട്ട് പുത്രനാശാന്റെ പഠിപ്പിക്കലിന്റെ മിടുക്കുകൊണ്ടാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ കലാകാരന്മാരെ ഉണ്ടായിത്തീർന്നു. അവരിൽ ഒരു തലമുറ എടുക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ, അതിനുശേഷം മോഹനൻ, കലാനിലയം ഗോപി, അങ്ങനെ വരുമ്പോ ആദ്യം പിന്നെ വരുന്ന പേര് കലാനിലയം ഗോപിനാഥന്റെ പേരാണ്. പച്ചയും കത്തിയും വെള്ളത്താടിയും എല്ലാ വേഷങ്ങളും, അനവധി വേഷങ്ങൾ ഞാൻ കൂട്ടുവേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടുവേഷങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ വളരെ ആട്ടത്തിന്റെ ചോട്ടിലും വിട്ടും അതിർത്തി വരാത്ത കാണിക്കാൻ പറ്റാത്തതായുള്ള ഒരു കാണിക്കുകയും അത്തരത്തിലുള്ള ഒരു കുട്ടുവേഷങ്ങളുടെ സ്വരച്ചേർച്ചയൊന്നും ഉണ്ടാവാണ്ട് വളരെ സൗഹൃദത്തോടുകൂടി അനവധി വേഷങ്ങൾ ഗോപിനാഥനും ഞാനും എത്തിയിട്ടുണ്ട്. ഗോപിനാഥന് വളരെ എടുപ്പമാണ്. ഗോപിനാഥന്റെ പേർക്ക് ശിഷ്യന്മാരും എല്ലാവരും കൂടി 26-ാം തീയതി അവാർഡ് പുതിയതായി തുടങ്ങിയിട്ടുണ്ട്. അത് കിട്ടിയത് ശിവി ചക്രവർത്തിക്കാണ്. അത് വളരെ നന്നായി തിരഞ്ഞെടുത്തതിന് വളരെ ഉത്തമമായി. ശിവി മിടുക്കനാണ്. എല്ലാവരിടത്തും പഠിച്ചു, എൻ്റെ കീഴിലും പഠിച്ചു. കിട്ടിയപ്പോ ശിവി എന്നെ വിളിച്ചു. നന്നായി. ഗോപിനാഥന്റെ പേർക്കുള്ള ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടിയും നന്നായി. ഗോപിനാഥന്റെ ഈ 26-ാം തീയതിത്തെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഗോപിനാഥനെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും വരിക, പങ്കെടുക്കുക.